ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർജുന്റെ താലി നിന്റെ ഈ കഴുത്തിൽ വീഴണം. അത്രേ ഉള്ളൂ എനിക്ക്. അമ്മ ഞാൻ മിണ്ടരുത്. ഡി ഒന്ന് നിന്നേ. ഇന്നലെ നിന്നെ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. നീ ഇവിടെ ഇല്ലായിരുന്നോ? എന്നോട് പറയാതെ എവിടേക്കും പോകരുതെന്ന് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ? പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ നീ എവിടെ പോയതായിരുന്നു? ചിന്നുന്നലെ നിന്നോടല്ല ഞാൻ ചോദിച്ചത്. ഉത്തരം ഇവള് തന്നെ പറയും. പറയ്, ഇന്നലെ എവിടെ പോയിരുന്നു? ഞാൻ അച്ഛനെ കാണാൻ പോയതാ. അച്ഛനെ കാണാനോ? അതെ, എന്റെ അച്ഛനെ കാണാൻ പോയതാ. നിന്റെ അച്ഛൻ എവിടെയാ ഉള്ളത്? അങ്ങ് പത്തനാപുരത്ത്. പത്തനാപുരം വരെ പോയിട്ടാണോ നീ വന്നത്? അയ്യോ അല്ല, അച്ഛൻ അവിടെ ഒരു വീട്ടിലെ കാര്യസ്ഥനാ. ആ വീട്ടിലുള്ള എല്ലാരും കൂടി ശ്രീപത്മനാഭനെ തൊഴാൻ വന്നിരുന്നു. അവരുടെ കൂടെ അച്ഛനും വന്നപ്പോ ഞാൻ പോയി കണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നീ എന്താ നിന്റെ അമ്മയെ കൂടെ കൊണ്ടുപോവാഞ്ഞത്? അവര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്മയും കൂടെ വന്നാ പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ ആരുമില്ലല്ലോ. അതാ ഞാൻ ഒറ്റയ്ക്ക് പോയത്. അടുത്ത തവണ അച്ഛൻ വരുമ്പോ അമ്മയും പോവും. എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. കള്ളം പറയുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടവുമല്ല. അതുകൊണ്ട് എന്നോട് ഒരു കള്ളത്തരങ്ങളും കാണിക്കരുത്. ഇനി എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ. എങ്ങനെയാണോ ഇത്രയും കോൺഫിഡൻസിൽ പച്ച കള്ളം പറയാൻ പറ്റുന്നത്? അല്ല, എന്തിനാ കള്ളം പറഞ്ഞത്? ഉള്ള സത്യം പറഞ്ഞൂടെ? വയ്യാതെ എടുക്കുന്ന കൂട്ടുകാരിയെ കാണാൻ പോയതാന്ന് പറഞ്ഞാ പോരായിരുന്നോ? അതിനത് സത്യമാണെന്ന് തന്നോടാരാ പറഞ്ഞേ? അത് ഞാൻ വേറൊരു ആവശ്യത്തിന് പോയതാ അവിടെ. എന്താണ് മോളെ, വലിയ ആലോചനയിലാണല്ലോ. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും കൂടുതൽ ആലോചിച്ചേ മുന്നോട്ട് നീങ്ങാവൂ. ഇല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ചെസ് ബോർഡിന്റെ കാര്യോ അതോ നിന്റെ ജീവിതത്തിന്റെ കാര്യോ? രണ്ടും. ഈ ബോർഡിൽ എതിർവശത്ത് ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ശത്രുക്കൾ ഉള്ളപ്പോ നോക്കി കളിച്ചില്ലെങ്കിൽ പണിയാ മോളെ. അല്ല, എന്താ നിന്റെ അടുത്ത പ്ലാൻ? വിവാഹം. ഞാനും അർജുനുമായുള്ള വിവാഹം. ഞങ്ങൾക്കിടയിൽ ഈ പ്രേമം ഇങ്ങനെ മുറുകി നിൽക്കുമ്പോ തന്നെ പിടിച്ചു പിടിയാൽ അവനെ കൊണ്ട്
എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കണം. താലിയുടെ ബലം ഒന്ന് വേറെ തന്നെയാ. എല്ലാ തരത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ ഒരു താലിച്ചരടിനെ കഴിയൂ. അവനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ സമയം പോലും കൊടുക്കാതെ പൂട്ടണം. ചെക്ക്. ദേ ഇതുപോലെ. നീ എന്താടി അർജുന്റെ അടുത്ത് പോയി വേഗം ഇങ്ങ് തിരിച്ചു പോകുന്നത്? പോന്നതല്ല, പറഞ്ഞു വിട്ടതാ. എന്തോ തിരക്കിലാണ് പോലും. ഇവനിതെന്താ ഇങ്ങനെ? എനിക്കും അതാ മനസ്സിലാവാത്തെ. അമ്മ എന്നെ ഒന്ന് നോക്കിയേ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാണാൻ കൊള്ളില്ലേ ഞാൻ? എന്ന് ആര് പറഞ്ഞു? എന്റെ സൗന്ദര്യം മോക്കിയിട്ടിരിക്കുന്നത് അപ്പൊ മോശാവോ? പക്ഷേ നിന്റെ അച്ഛന്റെ ബുദ്ധിയാ നിനക്ക്. മണ്ടത്തരം കൂടെ പറപ്പ. അതാ നിനക്ക് അവനെ വളച്ചെടുക്കാൻ പറ്റാത്തത്. ഇനി അതും പറഞ്ഞ എന്റെ തോളത്ത് കയറിക്കോ. പിന്നെ അല്ലാതെ മോതിരത്തിൽ പേരെഴുതി കൊടുത്താ അവൻ എപ്പോഴും നിന്നെ ഓർക്കുന്നു പറഞ്ഞത് ആരാ? അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിയില്ലെന്ന്. ആ മോതിരം അവൻ എന്ത് ചെയ്തു ഈശ്വരനറിയാം. നിന്നോടുള്ള ഇഷ്ടം വെച്ചിട്ട് അവനത് കായലിലോ കടലിലോ എറിഞ്ഞു കാണും. വലിയ മീൻ വാങ്ങിച്ചു കൊടുത്താ സഹോദരിയുടെ മോനെ കെട്ടിച്ചു കൊടുക്കുന്നു കരുതുന്ന മരമണ്ടനായി നിന്റെ അച്ഛന്റെ ബുദ്ധി തന്നെയാ നിനക്കും. ദേ, ഞാനൊരു കാര്യം പറയാം. ഒരാളെ സ്നേഹിച്ച് അവന്റെ മനസ്സിൽ കയറാൻ പാടാ. പ്രത്യേകിച്ചും വേറൊരാളെ സ്നേഹിക്കുന്ന ആളുടെ മനസ്സ് കയറിപ്പറ്റാൻ വലിയ പാടാ. നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, അർജുന്റെ താലി നിന്റെ ഈ കഴുത്തിൽ വീഴണം. അത്രേ ഉള്ളു എനിക്ക്. അമ്മ ഞാൻ നിന്റെ അടുത്ത് ഡി ഒന്ന് നിന്നേ. ഇതൊക്കെ ഒന്ന് അയൺ ചെയ്തുകൊണ്ടോന്നേ. അവിടെ വെച്ചേക്ക്, ഞാൻ രാവിലെ വന്നെടുത്തോളാം. രാവിലെയോ? ഇപ്പൊ അയൺ ചെയ്യാനാ പറഞ്ഞത്. ഈ രാത്രിയിലോ? രാത്രിയിലെന്താ അയൺ ചെയ്താ ശരിയാവില്ലേ?